ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾക്ക് അല്ലാഹ് ഇറക്കിക്കൊടുത്തൊരായത്തുണ്ട് സൂറത്തുൽ മുദ്ദസിർ. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ. ഇന്നലെ നടന്ന സംഭവം അത്. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? യാ അയ്യുഹൽ മുദ്ദസിർ, ഹബീബായ തങ്ങളെ വിളിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. 2-3 സാഹചര്യങ്ങൾ ഇമാം റാസിയെ പോലെയുള്ളവർ വിശദീകരിച്ചു. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ, അതിലെ ഒരു സന്ദർഭം ഹബീബായ തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്ന് വന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പുതപ്പിട്ട് മൂടി. ജിബ്രീൽ അലൈഹിസ്സലാമിനെ രണ്ടാമത് കാണുന്ന ഒരു സന്ദർഭവും അങ്ങനെ പല സന്ദർഭവും ഇനി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്റെ മകന പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയേ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കൂ, ജനങ്ങളോട് വഅദ് പറയൂ. ഈ ആയത്ത് ഇന്നലെ മർക്കസ് സമ്മേളനത്തിൽ ഓതിയത് എങ്ങനെയെന്നറിയോ? യാ അയ്യുഹൽ മുദ്ദസിർ, ഓ സനത് വാങ്ങി കോട്ടിട്ട് നിൽക്കുന്ന സഖാഫികളെ, ഖും ഫഅൻദിർ, വേഗം എഴുന്നേറ്റ് പ്രബോധനം നടത്തണം, കോട്ടിട്ട സഖാഫികളെ എന്നാണ് അർത്ഥം. അപ്പൊ കോട്ടിടാത്ത സഖാഫികൾ ഇതിൽ പെടൂല്ല. അങ്ങനെ ഞാൻ പിന്നെ ഇന്ന് ഇയാസുന്നിയിലെ സനത് നോക്കുമ്പോൾ അതിലുണ്ട് യാ അയ്യുഹൽ മുദ്ദസിർ, കോട്ടിട്ട് നിൽക്കുന്ന അഹ്സനികളെ എന്ന് പറയും. ഏതായാലും നമ്മളപ്പോ ഖുർആനിൽ പറഞ്ഞ ആൾക്കാരാ. അഹ്സനി സഖാഫി എന്നൊക്കെ പറഞ്ഞ നിങ്ങളിപ്പോ എന്താ മനസ്സിലാക്കിയത്? എന്താ വിചാരം? ഒക്കെയും ഇവർ ഈ കളി ഉണ്ടല്ലോ, അഹ്ലി കിതാബ് കളിച്ച കളി. അയ്യൊന്ന് കേട്ടോളൂ, മൊയിലേര് ഓതുന്നു. ഹക്കീം പറഞ്ഞു കൊടുത്താൻ തോന്നുന്നു. നമ്മളെ പഠിപ്പിച്ചു. മുദ്ദസിർ എന്ന് പറഞ്ഞാൽ കോട്ട് ധരിച്ച ആള് എന്നാണ് ഒരർത്ഥം. അപ്പൊ കോട്ട് ധരിച്ച സഖാഫി എന്ന് നിങ്ങളെ വിളിക്കും പോലെയാണ്. അല്ലാഹു തആല ഒരായത്തിറക്കിയാൽ ഖിയാമത്ത് നാൾ വരെ അതിന്റെ ഉദ്ദേശം നിലനിൽക്കുമല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു. പുറപ്പെട്ട് ഓടിക്കൊടുക്കുന്ന ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു. യാ അയ്യുഹൽ മുദ്ദമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്ന് പറഞ്ഞിട്ട് അന്ന് നിസ്കരിക്കാൻ പറഞ്ഞു. പിന്നീട് പുറത്തിറങ്ങാനായപ്പോൾ യാ അയ്യുഹൽ മുദ്ദസിർ, ഓ കോട്ട് ധരിച്ച നബിയെ, ഖും ഫഅൻദിർ. ആ ആയത്ത് നമ്മളിലേക്ക് നോക്കുമ്പോൾ സനത് വാങ്ങി കോട്ട് ധരിച്ച് പുറത്തിറക്കുന്ന സഖാഫികളെ നിങ്ങൾ ഖും എഴുതിയേക്കുക, ഫഅൻദിർ ഭയപ്പെടുത്തി അറിയിക്കുക. എന്നാൽ എന്താ അർത്ഥം? ഖും എന്ന് വേണമെങ്കിൽ പറയാം. മദ്രസയിൽ പോയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ മുദ്ദസിർ, ഓ കോട്ടിട്ട് മുന്നിൽ നിൽക്കുന്ന സഖാഫികളെ എന്നാണ് അർത്ഥം. വാരിസാക്കി കൊണ്ടുവരികയാണ്. അതിനാണിപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ അറിഞ്ഞത് മർക്കസ് സമ്മേളനത്തിന്റെ സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് പേരോടിന്റെ 2 മണിക്കൂർ ക്ലാസ് സ്പെഷ്യലായിട്ട് APLർക്ക് ഉണ്ടായിരുന്നേലോ. അതിൽ പറഞ്ഞു കൊടുത്തതാവാനാണ് സാധ്യത. കാരണം വരുന്ന വഴി അങ്ങനെയുള്ളതാവാനേ സാധ്യത ഉള്ളൂ. അങ്ങനെയാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഞാൻ ആയ്മ തീർന്നു എന്ന് കരുതി. രണ്ടാമത് മൂപ്പര് വീണ്ടും മർക്കസിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കാമെന്ന് അപ്പോഴും ഈ ആയത്ത് ഓതുന്നുണ്ട്. കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തതാ. ഇന്ന് ഹിയാസുന്നയുടെ സനദ്ദാന പരിപാടി നോക്കുമ്പോൾ അതിലുണ്ട് അഹ്സനികളെ എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതുന്നു. ഹിയാസുന്നയിലെ സനദ്ദാന പരിപാടി ഒന്ന് കാണിച്ചു കൊടുക്ക്. നമ്മൾ ചോദിക്കാനും പ്രവർത്തിക്കാനും തയ്യാറുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ തരും. തീർച്ചയായും അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല നിലയിൽ പ്രവർത്തിക്കണം. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ ഫലാ തംനൻ
തസ്തഗ്ഫിർ. അല്ലാഹു തആല 2 സൂറത്ത് ആദ്യമായി മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, പുറപ്പെട്ട് മൂടിക്കിടക്കണ്ട, അത് മാറ്റിയിട്ട് രാത്രി എഴുതിയിട്ട് നിസ്കരിക്കണം എന്ന് ഒരു സൂറത്ത്. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കോട്ട് ഉള്ള നിസാർ കോട്ട് പുറത്തുള്ള കുപ്പായം, അതാണ് നിസാർ. നിസാർ കോട്ട് ധരിച്ച നബിയെ തങ്ങൾ എഴുതിയിരിക്കുക, അന്തിർ തങ്ങൾ ഭയപ്പെടുത്തി അറിയിക്കുക. അപ്പൊ നമ്മളോട് കോട്ട് ധരിച്ച അസ്തനി, നീ അന്തിർ ഒന്ന് നടന്ന് നിൽക്കാനല്ല, പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾ. ഇതൊരു വളരെ സിമ്പിളാക്കി ആയത്തിന്റെയും ഹദീസിന്റെയും നേരെ പരാമർശം ഇവരോടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും വളരെ മൂപ്പരേനെ ഇരയായതാവും. ഇപ്പൊ ഷെയ്ഖ് പേരോട് മൂപ്പര് മുരീദുമാണല്ലോ. മൂപ്പരിപ്പോ ശിഷ്യനാണ് യഥാർത്ഥത്തിൽ. ഉസ്താദ് ബിസിനസ്മാനും കുറ്റ്യാടിക്കാരനൊക്കെയാണ്. അതുകൊണ്ടാവും ഇങ്ങനെ പറഞ്ഞ്. ഈ വിളി ആരോടാണ്? ഇത് ഇമാം റാസിയുടെ തഫ്സീർ നോക്കാം നമുക്ക്. അജ്മഉ യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് പറഞ്ഞിടത്ത് മുദ്ദസിർ എന്ന് പറഞ്ഞാൽ അതാ അൽ മസ്അലത്തു സാനിയ അജ്മഉ അന്നൽ മുദ്ദസിറ ഹുവ റസൂലുള്ളാഹ്. പുതപ്പിട്ട് മൂടിയ നബിയെ എന്നുള്ള വിളി ആരോടുള്ള വിളിയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. 2 രൂപത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണത്? ഫമിൻഹും മൻ അജ്റാഹു അലാ ളാഹിരിഹി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ തന്നെ പുതപ്പിട്ട് മൂടിയ അവസ്ഥയിൽ അള്ളാന്റെ ഹബീബിനെ വിളിച്ചതാണ്. പല സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഒരു സന്ദർഭം റസൂല് പറയാണ്, കുൻതു അലാ ജബലി ഹിറാ, ഞാൻ ഒരിക്കൽ ഹിറാ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു, യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഞാൻ വലത്തും ഇടത്തും നോക്കി, ഒന്നും കണ്ടില്ല. മുകളിലേക്ക് നോക്കിയപ്പോൾ ഫറഅയ്തുൽ മലക ഖാഇദൻ അലാ അർശിൻ ബൈനസ് സമാഇ വൽ അർളി, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ വലിയൊരു സിംഹാസനത്തിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇരിക്കുന്നുണ്ട്. ഞാൻ ഉടനെ വീട്ടിൽ വന്നു. ഖദീജ ബീവിയോട് പുതപ്പിട്ട് മൂടാൻ പറഞ്ഞു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ സമീപത്തൊന്ന് ഓതി, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ. അതാണ് അതിന്റെ ഒരു മായന. വേറൊരർത്ഥം എന്താ അറിയോ? ആന്തരികമായി അതിനർത്ഥമുണ്ട്. എന്താ? പുതപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതാ അൽ മുറാദു കൗനുഹു മുതദസ്സിറൻ ബിദിസാരിൻ നുബുവ്വ വർ-റിസാല, റിസാലത്തും നുബുവത്തുമൊക്കെയാകുന്ന പുതപ്പുകൾ അത് ആവരണം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ആരുള്ളത്? ത്വഹ റസൂലുള്ളാഹ്. ആ ഹബീബിനോടുള്ള വർത്താനാണത്. ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബിനോട് സംസാരിച്ചതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഖുർആൻ കാലികമല്ലേ? എല്ലാ കാലത്തേക്കും അത് വരണ്ടേ? അതെല്ലാ കാലത്തേക്കും വരും, അതിൽ തർക്കമില്ല. പക്ഷേ വരുന്ന രൂപം ഏതെങ്കിലും ഒരു കോളേജിൽ മന്ദിക്കിന്റെ കിതാബോ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും വിവരങ്ങളോ സ്വായത്തമാക്കി സ്വന്തം ചെലവിൽ ഒരു കോട്ടുമടിച്ച് ആ കോട്ടും കെട്ടിയിരിക്കുന്ന ഇവരോടാണ് ആ കൽപ്പന എന്നത് പച്ചയായ അബദ്ധമാണ്. എല്ലാ കാലത്തേക്കും അത് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഇമാം ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. യാ അയ്യുഹൽ മുദ്ദസിറു ബിൽ ഉലൂമി വൽ അസ്റാരി വൽ മആരിഫ്. ഓരോ കാലത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫമാരുണ്ട്. ആ ഖലീഫമാരായി വന്ന ഔലിയാക്കന്മാരുണ്ട്. അതാണ് ഞാൻ നേരത്തെ എണ്ണിയ ഗൗസുൽ ആദം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിൽ അജ്മീരി, ഇതുപോലെയുള്ള മഹാരഥന്മാർ അവരെ കയ്യിലാണ് അൽ ഉലൂമുള്ളത്. ഉലൂമെന്ന് മാത്രം പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വകുപ്പുണ്ടായിരുന്നു? വൽ അസ്റാർ നിങ്ങളെടുത്തുണ്ടോ?
അസ്റാറുണ്ടോ? അസ്റാർ എന്നാ തിന്നുന്ന സാധനല്ലത്. അതല്ല നേരിട്ട് നമ്മൾ പറയില്ലേ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളയും അവരുമായുള്ള ആ സിർറ് അത് കൂടുതൽ പരിശുദ്ധമാവട്ടെ. ആ സിർറുണ്ടാവണവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. ആരെങ്കിലും മരിച്ച് മുഷാവറംഗം മരിക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മലക്കളിരുന്ന് അടി കണ്ടിട്ടു. ഓനെന്ത് സിറാള്? പിന്നെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുകയാണെങ്കിൽ ആള് ദുൽ അസ്റാറാകണം. പോരാ, വൽ മആരിഫ്, അല്ലാഹുവിന്റെ മഅരിഫത്ത് വേണം. ആ മഅരിഫത്തും അസ്റാറൊക്കെയുള്ള ആ കാലത്തുള്ള വലിയനോട്, ആ കാലത്തുള്ള ശൈഖിനോട്, ആ കാലത്തുള്ള സ്വാഹിബുൽ വഖ്തിനോട് അല്ലാഹ് സംസാരിക്കുകയാണ്. കും ഫഅൻദിരിൻ നാസ് വൽ ഖിതാബു ലിദ്ദാഇൽ അക്ബർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിളി ആദ്യം വന്നത് ആരിലേക്കാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. വയതവജ്ജഹു ലിഖലീഫതിഹി ഫീ കുല്ലി സമാൻ, എല്ലാ കാലത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫമാരായി വരുന്ന അസ്റാറും മഅരിഫത്തുമുള്ള ഔലിയാക്കളിലേക്കും ആ പറയുന്ന സംസാരം വരും. വഹുവ മൻ വജ്ജഹഹുല്ലാഹു ലിതദ്കീരിൽ ഇബാദ്. വഹുവ ആരാ? മൻ ഒരുത്തനാണ്. വജ്ജഹഹുല്ലാഹ്, അല്ലാഹു അവരെ നിയോഗിച്ചു. മർക്കസ് നിയോഗിച്ചതല്ല, ഈ ഹൗസിനെ നിയോഗിച്ചതല്ല. അല്ലാഹ് അവരെ മുന്നിടിച്ചു. എന്തിന്? ലിതദ്കീരിൽ ഇബാദ്, അള്ളാന്റെ അടിമകൾക്ക് ബോധം കൊടുക്കാൻ വേണ്ടി അല്ലാഹ് പ്രത്യേകമായി നിയോഗിച്ച മശായിഖിനോട് ലിയുഹിയ ബിഹി അദ്ദീൻ. കാരണം അതുകൊണ്ടാണ് അവർ ഈ ദീനിനെ ഇഹ്യാ ചെയ്യുന്നത്. അതാണ് മുഹ്യിദ്ദീൻ. അപ്പൊ മടവൂര് ശൈഖുനയോട്, കാലഘട്ടത്തിലെ അസ്ഹാബുൽ വക്തുകളായ മഹാരഥന്മാരോട്, അവരോട് പറയപ്പെടും. അതാ കാലികം. ഇത് സുഖാണല്ലോ, മദ്രസന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് കുട്ടികളെ കോട്ടിട്ടിരിക്കല്ലേ, കുംഫാന്തിർ, കുട്ടികളെ നീച്ചു പോവും. കുംഫാന്തിർ എന്ന് പറഞ്ഞാൽ ഇന്താർ എങ്ങനെയാണെന്നറിയോ? മുബശ്ശിരീന മുന്തിരീനായി അയക്കണതിന്, അതിന് ഷാഹിദാകണം. ആ പറഞ്ഞൊക്കെ ഒന്നാ. ഷഹിദല്ലാഹു എന്ന് പറഞ്ഞിടത്ത് ഉലുൽ ഇൽമ് എന്ന് പറഞ്ഞതും, യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് പറയപ്പെടുന്നതും, യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറയുന്നതും, അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറയുന്നതും ഒക്കെ വിലായത്തുള്ള, ശൈഖൂഹിയത്തുള്ള, ഖുതുബിയത്തുള്ള അഹ്ലുള്ളയോടാണ്. അല്ലാതെ ഏതെങ്കിലും കേവലം അറബി, അങ്ങനെയാണെങ്കിൽ ചങ്ങായിമാരെ വഹാബിന്റെ കോളേജിൽ നിന്നുള്ളേ കോട്ടിട്ട് വരുന്ന ആൾക്കാർ, ഞങ്ങൾ ഓതി കൊടുക്കി മദനി കോളേജ് ഉണ്ട് പുളിക്കല്, അവിടെ പോയിട്ട് കോട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ യാ അയ്യുൽ മുദ്ദസിർ, കായക്കൊടിക്കാരാ കുംഫാന്തിർ ഓത്. ഏത് ഇൽമാണോ ഈ പറഞ്ഞ്? മൂപ്പരോട് പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പരവര് പഠിപ്പിച്ചു വിടുന്നതാണ്. ദീന് നശിപ്പിക്കാൻ, ദീനിന്റെ നിയമത്തിനെതിരായി പറയുമ്പോൾ തെറ്റ് തെറ്റാണെന്ന് പറയേണ്ടി വരും. ഒരു കാര്യം പറഞ്ഞേക്കാം, മശായിഖന്മാരാകുന്ന വാരിസീങ്ങൾ ആ പോസ്റ്റിൽ വ്യാജമായി കയറിയിരിക്കാൻ ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അവസരമുണ്ടാക്കാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അതങ്ങ് നിർത്തിക്കോളൂ. മശായിഖിന്റെ അഹ്ല് ഇവിടെ ഉണ്ട്, അത് തിരുത്തുക തന്നെ ചെയ്യും. കാലികമാണ്, അത് പറയുന്നവരുണ്ട്, അത് അല്ലാഹ് സംസാരിക്കുന്നവരാണ്.